ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രവിനെ കുറിച്ച് പറയാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് പ്രവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതിന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായി വീട്ടിൽ വന്നപ്പോൾ. അത് കഴിഞ്ഞ് മനസ്സിന് തീരെ ഒരു വല്ലായ്മ പോലെ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നു. എന്നിട്ട് നോക്കുമ്പോൾ ഇതാ നല്ല ഇരുട്ടി വരികയാണ്. വീട്ടിനകത്തിരുന്ന് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല. കാരണം കറണ്ടും പോയി വരുന്നു. പിന്നെ ഇരുട്ട് പോലെ ഇരിക്കുന്നു. എടുത്തപ്പോൾ ഞാൻ 1-2 വീഡിയോസ് എടുത്ത് നോക്കി. പക്ഷെ നല്ല ഇരുട്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ പുറത്ത് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ. കുറച്ച് വെളിച്ചമേ ഉള്ളൂ. ആ വെളിച്ചം തീരുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ എടുത്ത് തീരുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഇട്ട വീഡിയോസിൻ്റെ ബാലൻസ് കുറച്ച് ഭാഗം പറയാം കേട്ടോ. ഒത്തിരി ഞാൻ നീട്ടുന്നില്ല ഇന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കീമോയ്ക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. അടുത്ത കീമോയാണ്. അപ്പോൾ അഡ്മിറ്റ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ കീമോ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ പ്രോബ്ലങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം കീമോ എടുക്കാൻ തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിൻ്റേതായിട്ടുള്ള വേദനയും കാര്യങ്ങളും ഛർദ്ദലും ക്ഷീണവും എണീറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവിൻ മോനും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നിങ്ങളെല്ലാം കാണുന്ന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ രേണുസുതി ഇപ്പം അനുഭവിക്കുന്നില്ല വേദന. അതിനെക്കാട്ടിലുമൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതാർക്കും കാണണ്ട. ഇന്ന് രേണുസുതിയെ മാത്രം ആ ഒരു ക്യാൻസറിൽ ആണെന്നുള്ള രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ തെരഞ്ഞു നിൽക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മുടെ പ്രഭിനും ഈ ഒരു വേദന ഇതിനേക്കാളും കൂടുതലാണ് കേട്ടോ. RCC വരുമ്പോൾ നമുക്കതറിയാം. വേദനകളെല്ലാം ഒരുപോലെ തന്നെയായിരിക്കുമോ, അതിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇന്ന് അവർക്ക് ഒരുപാട് ഈ ഇത് കാണുമ്പോൾ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെ, ഇതൊന്നും അല്ല. RCC വരിക, നിങ്ങൾ വന്ന് RCC വന്ന് കാണുക. കണ്ടിട്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും കൂടെ കിട്ടും. എന്നാൽ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്നൊന്നും ആരും കയറി ഇങ്ങോട്ട് എഴുന്നള്ളാൻ നിൽക്കണ്ട. രേണുസുതിക്കും ക്യാൻസറാണ്, കീമോ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിന്ന് അനുഭവിക്കുന്ന വേദനയാണ് അവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു മനസ്സിലത് കാണാൻ കഴിയുന്ന ഒരാളല്ല പ്രഭിന്. കാരണം അവന് കഴിഞ്ഞ് വേദന എടുക്കുന്ന സമയത്തും അവന് വേണ്ടി നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഞങ്ങൾ ഇതുപോലെയൊന്നും വീഡിയോസ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് പബ്ലിക്കിലോട്ട് നമ്മൾ അവനെ അറിയത്തുമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. രേണുസുതി എന്ന് പറയുമ്പോൾ ഓരോ കീമോ എടുക്കാൻ പോകുമ്പോഴും ഓരോ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതും പിന്നെ അവരുടെ വേദനകളെല്ലാം രേണുസുതി അപ്പോഴപ്പോഴായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് ഊഹിക്കാൻ കഴിയും. അതെത്രമാത്രം വേദന അവൾ അനുഭവിക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ഊഹിക്കാൻ കഴിയും. അതേപോലെയാണ് ഇന്ന് കുറേ കുഞ്ഞു മക്കളും RCCയിലുണ്ട്. ആ കുഞ്ഞു മക്കൾ മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എത്രമാത്രം വേദനയാണ് അവർ തിന്നു കുടിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാം. അവർ മാത്രമല്ല കേട്ടോ, ഈ അസുഖത്തിൽ ഈ അനുഭവിക്കുന്ന വേദന ആ ഒരു ഫാമിലി മൊത്തം അനുഭവിക്കും. അതാണ് ഇതിൽ വേറൊരു സംഭവം കൂടെ ഉള്ളത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ക്യാൻസർ അല്ലേ അവർ മാത്രമാണ് അനുഭവിക്കുന്നതെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ക്യാൻസറായിട്ട് വരുന്ന കുടുംബം അനുഭവിക്കുകയാണ്. ഒരു രോഗി മാത്രമല്ല ഈ അസുഖം കൊണ്ട് വേദനകൾ അനുഭവിക്കുന്നത്, ഒരു കുടുംബം ഒന്നടക്കം. ഈ ഒരു അസുഖം എന്ന് പറയുമ്പോൾ പലരും നമ്മളെ ഇട്ടിട്ട് ഓടും. പക്ഷേ ഇന്ന് രേണുസുതിക്ക് നല്ല സപ്പോർട്ടായിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവളെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പേര് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ അവളെ കൈവിടരുത്. പിന്നെ അവൾക്ക് കഴിഞ്ഞ ദിവസം ഈ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു വ്ളോഗർ പോസ്റ്റ് ഇട്ടിരുന്നു. വളരെ മോശമാണ്, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞങ്ങൾ ഫസ്റ്റ് ലൈവ് തുടങ്ങിയ സമയങ്ങളിൽ എൻ്റെ മോന്
ഇതേപോലെ ഒരു ആൾ വന്ന് കമൻ്റ് ഇട്ടിരുന്നു. വളരെ സങ്കടകരമായി ഞാൻ റിയാക്ട് ചെയ്തത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, കരഞ്ഞുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു, ഞാൻ പൊട്ടിത്തെറിച്ച്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ലൈവുകളിലോട്ടാണത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലൈവിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു ലൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ഞാൻ പൊട്ടിത്തെറിച്ചു, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും ആരോടും പറയരുത്. അത് വളരെ മോശമാണ്. നിങ്ങൾ ഒരബദ്ധം പറ്റിയതാണെങ്കിൽ നിങ്ങൾ പബ്ലിക്കിൽ മാപ്പ് ചോദിച്ചില്ലെങ്കിലും ദൈവത്തോട് മാപ്പ് ചോദിക്കുക. കാരണം ഒരു അസുഖം കൊണ്ട് ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരിക്കലും വിലയിരുത്തരുത്. അത് എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്തെ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയതാണ്. പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോൾ കുറച്ച് പുറകിലോട്ട് ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ക്യാൻസർ രോഗത്തിൽ നിങ്ങൾ ആരും അറിയാത്ത കുറേ ആൾക്കാർ ഇനിയും ഉണ്ട് RCCയിൽ. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രവീൺ മോന് മാത്രമല്ല, രേണുസുതിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥനയാണ് ചോദിക്കുന്നത്, മറ്റൊന്നുമല്ല. അപ്പോൾ നിങ്ങളെ ഒരുപാട് ദൈവം സന്തോഷകരമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. അതിലൊരു മാറ്റവും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇന്നെന്തോ സംസാരിക്കാൻ മനസ്സും തോന്നുന്നില്ല. അപ്പോൾ കാരണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ വരും വീഡിയോകളിൽ ഞാനത് പറയും. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ. അപ്പോൾ പ്രവീൺ മോനെ നിങ്ങൾ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.